നിനക്ക് പുട്ട് പൊളിച്ചു തരണ്ടേ? എനിക്കോ? ഓഗസ്റ്റ് 18 വയസ്സാകുന്നവനാ. നീ എന്നാടാ തന്നെ കുഴക്കുന്നത്? എനിക്ക് തന്നെ കഴിക്കറിയാം. അറിയാവോ? എന്നാ കുഴക്ക്. എന്റെ പുട്ട് നീ കുഴക്ക്. അതൊന്നും പറ്റത്തില്ല. ഞാൻ കുഴച്ചത് നീ കഴിക്കണ്ടേ? അല്ല നിനക്ക് തന്നെ അറിയാന്നല്ലേ പറഞ്ഞു. എനിക്കറിയാം. ഇപ്പൊ കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ പറഞ്ഞു. എന്നോട് ചോദിക്കാതെ ഞാനേ കഴിക്കാനും നമ്മൾ പോകുന്നതിന് മുമ്പ് എണ്ണ ഒന്ന് കലക്കി തേച്ചേക്കാം. എനിക്ക് ഇച്ചിരി പാത്രം കഴുകാനുണ്ട്, മീൻ വറക്കാനുണ്ട്, അതേ ഉള്ളൂ. എന്നാൽ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. അന്നേരം ഞാൻ ഓർത്ത് പാത്രം കഴുകാൻ നിൽക്കുമ്പം മുഖത്ത് എല്ലാം ഒന്ന് തേക്കാം. ഗ്ലിസറിനും പിന്നെ നമ്മുടെ റോസ് വാട്ടറും പിന്നെ ഇച്ചിരി ഓറഞ്ച് പൊടിയും ഇച്ചിരി കറ്റാർ വാഴയുടെ ജെല്ലും കൂടെ ഒന്ന് തേച്ച് അരമണിക്കൂർ നിൽക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. കണ്ണിൽ പോകാതെ പതുക്കെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാം. പാത്രം കഴിയണമല്ലേ, കയ്യിലും കൂടെയൊക്കെ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. മീനൂടെ വറുത്തെടുത്ത് വെച്ചാൽ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, മോരുണ്ട്, പിന്നെ പപ്പടമുണ്ട്, മീൻ വറുത്തു, പിന്നെ എന്നാ കറി മതിയല്ലോ, അച്ചാറും. വേറെ വല്ലതും ഉണ്ടോ? ചോറും വെച്ച് എല്ലാം ചെയ്തു. വേറെ വല്ലതും ഉണ്ടോ? കറി ഇല്ലല്ലോ, മതിയല്ലോ, ധാരാളം. ചൂടിന് മോരല്ലേ നല്ലത്. ചോറിനകത്തോട്ട് ഒഴിച്ച് രാവിലെ നമുക്ക് എന്നായിരുന്നു? നല്ല പുട്ടും പഴവും മുട്ട പുഴുങ്ങിയതും അല്ലേ. ഇനിയിപ്പം നമ്മൾ കുളിച്ചിട്ട് എവിടെ പോവാ? മുടി വെട്ടണം, പ്രിന്റ് എടുക്കണം, പിന്നെ ഷൂ എടുത്തുകൊണ്ട് വരണം. ഷൂ അവരുടെ അടുത്ത് ഇരിക്കുക, അതെടുത്തുകൊണ്ട് വരണം. പിന്നെ എന്തുവാ, പുതിയ കണ്ണാടിയാണ് എടുക്കുന്നത്. നാളെ ഫെയർവെല്ലാണ് ആരന്നെ. അപ്പം ഫെയർവെല്ലിന് പോകാനുള്ള മുടിവെട്ട് കഴിഞ്ഞ ആഴ്ച വെട്ടിയതേ ഉള്ളൂ. മുടി നിങ്ങളൊക്കെ കണ്ടതല്ലേ, ഞാൻ പറഞ്ഞതല്ലേ. പക്ഷേ അന്ന് ശരിക്കും വെട്ടാഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ഫെയർവെൽ ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കല്യാണ ചെറുക്കന്മാർ ചെയ്യുന്ന പോലെ ഒന്ന് ട്രിമ്മൊക്കെ ചെയ്ത് വൃത്തിയാക്കി മീശയും താടിയൊക്കെ ഒന്ന് വടിച്ച്. മീശ ഇമാജിൻ ചെയ്താൽ മതി. ഉണ്ടോ? പുരുഷനാണോ? അതെ. അപ്പം മീശയും താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത്. എവിടാ മുടി വെട്ടാൻ പോകുന്നത്? നമ്മൾ ഡീലക്സ്. ഞങ്ങൾ ഡീലക്സിലാണ് പോകുന്നത്. ഞങ്ങൾ ഈ കോട്ടയത്തുള്ള എല്ലായിടത്തും പോകും കേട്ടോ, മാറി മാറി. ഒരിടത്തുനിന്ന് ഞാൻ വഴക്ക് പിടിച്ചിറങ്ങുമ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകും അല്ലേ. ആഷറുമായിട്ട് വഴക്ക് പിടിക്കുന്നു. ആരൻ പിന്നെ വലിയ മൂപ്പിച്ചൊക്കെ പോയാൽ അവിടെ ചെല്ലുമ്പോൾ പൂച്ച പോലെ ഇരുന്ന് വെട്ടിക്കോളും അല്ലേ. ആരൻ ഇച്ചിരി മര്യാദയല്ല, പേടി അല്ലേ ആരൻ. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഈ സംഗതി തേക്കും. നമുക്കൊന്ന് നോക്കാം. ഓറഞ്ച് പൊടിയും നമ്മളുടെ കറ്റാർ വാഴ ജെല്ലും ഗ്ലിസറിനും ശകലം ഇതൂടെ എല്ലാം കൂടെ ഒരു 1.5 സ്പൂൺ കാണും, അത്രയേ ഉള്ളൂ. ഗ്ലിസറിനും പിന്നെ നമ്മുടെ റോസ് വാട്ടറും കൂടെ ഒക്കെ നോക്കാം. ഇപ്പോൾ എന്തായാലും വെയിൽ കൊള്ളാൻ പോവുകയല്ലേ, ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓർത്ത് എല്ലാം ഒന്ന് തേച്ചേക്കാവുന്നു. വിമ്മ് തേച്ച് എൻ്റെ ഇടപാട് തീരുക കൈയുടെ. അത് കാരണം എന്നൊക്കെ കയ്യെ തേച്ചാലും അതുപോലെ തന്നെ പിന്നെ ഇരിക്കും. കാരണം വേണ്ട, വിമ്മ് എനിക്ക് പിടിക്കത്തില്ല. സോപ്പ് വിമ്മ് ഒന്നും കൈ അങ്ങ് പത്തി കറക്കും. വീഴുന്ന ഇത്രയും ഭാഗം, സോപ്പ് വെള്ളം വീഴുന്ന ഇത്രയും ഭാഗം കറുത്തു പോകും. അങ്ങനെ ഇതിങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഉപയോഗം കറുത്തല്ലേ ഇരിക്കുന്നത്, ഉപയോഗം കാരണം ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഗ്ലിസറിന് റോസ് വാട്ടറും സോറിയെ ഒച്ച കേൾപ്പിച്ച് സിങ്കിലോട്ട് ഒന്ന് എറിഞ്ഞിടാം. ഇപ്പോൾ താഴെ പോയേനെ, എൻ്റെ ബൗള് പോയേനെ. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പം നമുക്ക് പാത്രം കഴുകാം. അന്നേരം കയ്യിൽ 5 മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. മുഖത്ത് ഞാൻ കുളിക്കുന്ന വരെ ഇരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ താഴെ പോയി ആരോണോട് ഞാൻ പറഞ്ഞ ഫോൺ എടുത്തുകൊണ്ട് വരാം. താഴെ പോയി ചക്ക മൂത്തോ നോക്കി.
അപ്പം കുറച്ചുകൂടെ ഉണ്ട്, 1 മാസവും കൂടെ എങ്കിലും പിടിക്കും. ഒരു ചക്ക ആയി വരുന്നുണ്ട്. ബാക്കി 5-6 താഴത്തെ പ്ലാവയിലും 5-6 ഇവിടുത്തെ കോഴിക്കോടിൻ്റെ അവിടുത്തെ പ്ലാവയിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്നും പോകാതെ കിട്ടട്ടെ. പിന്നെ അതൊക്കെ പോയി ഒന്ന് നോക്കി. മുറ്റം ആ ഗേറ്റിൻ്റെ അവിടെ ഇച്ചിരി തൂക്കാനുണ്ടായിരുന്നേ, ഇന്നലെ വിട്ടുപോയി. അത് പക്ഷേ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ വന്നിട്ട് വെയിലല്ലേ, വന്നിട്ട് ചെയ്യാമെന്ന്. കോഴിക്കോട് ഒക്കെ ഒന്ന് അതിൻ്റെ പാത്രമെല്ലാം ഒന്ന് കഴുകി എല്ലാം ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് വരാം. വൈകിട്ട് ലൈവിൽ 8 തൊട്ട് 9:30 വരെ കയറാം. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് പോകുന്ന കാര്യങ്ങളുമൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് ഒരു 5 മിനിറ്റേലും ഒരു വീഡിയോ വേണമല്ലോ. അപ്പോൾ അതുമൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് പിന്നെ വൈകിട്ട് ലൈവിൽ കാണാം കേട്ടോ. എല്ലാവരും ലൈവിൽ വരണം. അപ്പം ഓക്കെ, പോകുന്നത് കാണിക്കാം കേട്ടോ. ഒരുങ്ങി എല്ലാം പോകുന്നത് എടുക്കാം കേട്ടോ. ആരെണ്ണെ കാണിച്ച് നല്ല കൂളിംഗ് ഗ്ലാസും നല്ല പാൻറ്റും നല്ല ജോഗറും നല്ല വൈറ്റ് ഷർട്ടും ഒക്കെ കാണിച്ച് തരാൻ ഞാൻ കാണിക്കണം, എൻ്റെ കൈ അഴുക്കാം. അപ്പോൾ ശരി, പോകുന്ന വഴിക്കെല്ലാം എടുത്തോണം. ഇതുണ്ട് നമ്മുടെ കൂജയിലെ വെള്ളം, ഐസ് വെള്ളം പോലെ ഇരിക്കുന്നു, ഐസ് വെള്ളം പോലെ. ഇത് ഞാൻ നമ്മളുടെ പൈപ്പിൽ നിന്ന്, സിങ്കിൻ്റെ അവിടുത്തെ പൈപ്പിൽ നിന്ന് വരുന്നത് ഡയറക്റ്റ് പിടിച്ചു വെക്കുന്ന, കിണറ്റിൽ നിന്ന് അരിച്ച് ഒഴിക്കുന്നൊന്നുമല്ല. കാരണം കിണറ്റിലെ വെള്ളം പ്യൂരിഫൈ ചെയ്ത് ടാങ്കിൽ കയറി ടാങ്കിൽ നിന്ന് പൈപ്പിൽ വരുന്നത്. നമ്മളുടെ പൈപ്പിൽ ശുദ്ധമായ വെള്ളമാണ് വരുന്നത്. കാണിച്ചു തരാം പ്യൂരിഫയർ. ബാ, ഇതാ പ്യൂരിഫയർ, നമ്പർ കാണിക്കണേ. ഇതാ പ്യൂരിഫയർ. കിണറ്റിലെ വെള്ളം ഇങ്ങോട്ട് പിന്നെ നേരെ വന്ന് ഇതിലേക്കൂടെ ശുദ്ധീകരിച്ചാണ് ആ വെള്ളം ടാങ്കിൽ കയറുന്നത്. ടാങ്കി നല്ല ശുദ്ധീകരിച്ച വെള്ളം കിടക്കുന്നത്. എന്നിട്ട് നമുക്ക് പൈപ്പിൽ കൂടെ എല്ലാം നല്ല ശുദ്ധീകരിച്ച വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നെ ഡയറക്റ്റ് കിണറ്റിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് ടാങ്കിൽ കയറുന്നതുകൊണ്ട് നമുക്കിതാ ഇതുപോലെ പൈപ്പിൽ നിന്ന് അങ്ങ് കുടിക്കാം. പക്ഷെ ഞാൻ ഒരു കലം അയ്മോദകം വെള്ളം തിളപ്പിക്കും ആരണ്ണു വേണ്ടി. പിന്നെ ബാക്കി ഫുള്ളും ഞാനാണ് കുടിക്കുന്നത്. പിന്നെ പൂജയിലും ഒരു പൂജ എടുത്ത് വെക്കും. ഒരു ദിവസം 1 കലം പൂജ വെള്ളവും 1 കലം തിളപ്പിച്ച വെള്ളവും 1 കൂജ വെള്ളവും. ഇതാണ് ഇവിടുത്തെ ചിലവ്. പിന്നെ ചിലപ്പോൾ എക്സ്ട്രാ ചിലവാകും ഇതുപോലെ ദാഹമാണെങ്കിൽ. ഇപ്പോൾ പോകുന്ന വഴിക്ക് കൂജയിലെ വെള്ളം 1 കുപ്പി എടുത്തുകൊണ്ടാണ് ബാഗ് വെച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നത്. അത്രയ്ക്ക് നല്ല തണുപ്പാണ് കൂജയിലെ വെള്ളം. ഇന്നലെ പ്രീതി എന്നോട് ചോദിച്ചു, പൂജയിൽ ഒഴിക്കുമ്പോഴും ജഗ്ഗിൽ ഒഴിക്കുമ്പോഴും ഒക്കെ തിളപ്പിച്ചതാണോ എന്ന്. ജഗ്ഗി തിളപ്പിച്ചതാണ്, പൂജയെ ഞങ്ങൾ തിളപ്പിക്കാതെ വെക്കുന്നത്. ഇതിനകത്തൂടെ വൈക്കത്തുനിന്ന് ഒരു ചേട്ടൻ വന്ന് വെച്ചാൽ 10,000 രൂപ. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതിന് 2 ഇങ്ങനെ സിലിണ്ടറുണ്ട്. ഞങ്ങൾ ചെയ്തപ്പോൾ 1 ഉള്ളൂ. ഇത് പക്ഷേ നല്ല എഫക്റ്റീവാണ്. ഞങ്ങൾ 2019 വെച്ചതാണ്. ഇതാണ്ടോ നമ്പർ, ഒന്ന് കാണിച്ചേക്ക് നമ്പർ. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. കാണാമോ, വായിക്കാമോ? കുഞ്ഞോ ഇങ്ങോട്ട് നോക്കിയോ? हाय हाय बोलो. हेलो. थैंक यू. ഇത് ജെൻസിൻ്റെ ഷോപ്പാണ്. എന്നിട്ട് ഇതിലെ അകത്തോട്ട് ചെല്ലുമ്പോൾ ലേഡീസിൻ്റെ എന്നോട് വല്ലതും ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ജെൻസിനും ലേഡീസിനും ഒന്നിച്ചപ്പുറം ഇപ്പുറം റൂമാണ്. നമ്മുടെ ജയാസ് വെറൈറ്റിയുടെ വീടിനടുത്ത ഇവരുടെ വീട്. കോട്ടയത്ത്
കളക്ട്രേറ്റ്, ഓപ്പോസിറ്റ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ. കുറവ് കാണിച്ച് മാറിയിരിക്കും. അപ്പൊ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് നാളെ കാണാം. ഗ്രാൻഡ് പേരൻസ് ഒക്കെ വരുന്നുണ്ട്. ബേക്കറി, ബാസ്കിൻ റോബിൻസ്, കേറ്റർ ബേക്കർ, കരൻഡാസി, മാവൻ സ്റ്റുഡിയോയുടെ കണ്ടോ, മാവൻ സ്റ്റുഡിയോയുടെ ഞങ്ങളിവിടെ ആരണ്ട് കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് പ്രിൻ്റ് എടുക്കാനുണ്ട്, അതിന് വേണ്ടി വന്നത്. ഇൻ്റർനെറ്റ് ഫോട്ടോസ്റ്റാറ്റ്, DDP പ്രിൻറ്റിങ്, സ്കാനിങ്, സ്പൈറൽ ബൈൻഡിങ്, ലാമിനേഷൻ, കൊറിയർ കേട്ടോ. ഇവിടെ വന്നത് ആരൻ വന്നു, ഞങ്ങൾ പോവാണ്. ഇരിക്കുന്നു സിൽമ നടൻ, സിൽമ നടൻ അല്ല, സിൽമ നടൻ അങ്ങനെയാ പറയുന്നത്. സിൽമ അവിടെ കുട ഇപ്പൊ പോകും, വണ്ടിക്കകത്തുനിന്ന് കുട പോകും. സിൽമ നടനിലിരിക്കുന്നുണ്ട്, സിൽമ നടൻ. വീട്ടിൽ നിന്ന് ഫേസ് പാക്ക് എല്ലാം ഇട്ട് വന്ന വെയിൽ കൊണ്ട് കരുവാളിച്ചോ ഇല്ല അല്ലേ, കുഴപ്പമില്ല അല്ലേ, നല്ലതല്ലേ. അല്ല, കാശായിട്ട് എനിക്ക് നാളെ വേണം. ഇല്ലല്ലോ ഇന്നലെ 70 രൂപയാണ്, 120 രൂപ, അതൊക്കെ എന്നെ വിലയാ. വീട് വഴി കൊണ്ടുവന്ന